ടു ദ ഗേൾസ് ലൈക്ക് വിഭജിക, ടു ദ ഗേൾസ് ലൈക്ക് അതുല്യ. എല്ലാ രാത്രികളിലും സ്വന്തം തലയിണയിൽ മുഖമമർത്തി ആരോടും ഒന്നും പറയാതെ കണ്ണുനീരൊഴുക്കുന്ന ഗേൾസിനോട്, ശരീരത്തിലേറ്റ മുറിവുകൾ മറയ്ക്കാൻ പുറമെ ഒരു ചിരി ഒട്ടിച്ചു വെച്ച് നടക്കുന്ന ഗേൾസിനോട്, ഇതെല്ലാം നിന്റെ വിധിയാണ്, അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് സ്വന്തം പേരൻസിൽ നിന്ന് വരെ കേൾക്കേണ്ടി വരുന്ന ഗേൾസിനോട്, ദിസ് മെസ്സേജ് ഈസ് ഫോർ യു. ആരാണ് തെറ്റുകാർ? കല്യാണം എല്ലാത്തിൻ്റെയും അവസാനമാണ് എന്ന് നിന്നെ പറഞ്ഞു പറ്റിച്ച സൊസൈറ്റിയാണ് തെറ്റുകാർ. നീ എത്ര അനുഭവിച്ചാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറയുന്ന പേരൻസ് ആണ് തെറ്റുകാർ. വിഭജിക വാസ് എ മദർ, അതുല്യ ഹാഡ് ഡ്രീംസ്. രണ്ടുപേരും മരിച്ചു. അവരുടെ ശബ്ദം പുറത്തു കേട്ടില്ല. എന്നിട്ടും ആളുകൾ ചോദിക്കുന്നു, ഡിഡ് ഷി റിയലി കിൽ ഹെർസെൽഫ്? നോ, ഈ സൊസൈറ്റിയാണ് അവരെ കൊന്നത്. എല്ലാം അറിഞ്ഞിട്ട് നിശബ്ദരായി നിന്ന പേരൻസ്, യുവർ സൈലൻസ് കിൽഡ് ദം. ഓരോ നിമിഷവും ഭയത്തിൽ ജീവിക്കുന്ന ഗേൾസിനോട്, പ്ലീസ് ലിസൺ, യു ആർ നോട്ട് ബോൺ ടു സഫർ. സ്വന്തം ജീവിതം കളഞ്ഞ് മറ്റുള്ളവർക്ക് വേണ്ടി ഉരുകി ജീവിക്കാൻ ജനിച്ചവളല്ല നീ. എല്ലാം ഇട്ടെറിഞ്ഞു പോകുന്നത് നിന്റെ പരാജയമല്ല, നിശബ്ദയായി ജീവിക്കുന്നതാണ് നിന്റെ പരാജയം. സോ വോക്ക് അവേ ഈവൻ ഇഫ് ഇറ്റ് ഹേഴ്സ്, ഈവൻ ഇഫ് യു ആർ അലോൺ. നീ നിനക്ക് തന്നെ വെളിച്ചമാവുക, നീ നിന്നെ തന്നെ സംരക്ഷിക്കുക. അതിന് നിനക്ക് ആരുടെയും അനുവാദം വേണ്ട. ഒറ്റ രാത്രി കൊണ്ട് ഈ ലോകം മുഴുവൻ മാറില്ല, ബട്ട് നിനക്ക് മാറാൻ കഴിയും. വൺ സ്റ്റെപ്പ്, വൺ ചോയ്സ്, വൺ ബ്രെത്ത്, സർവൈവ്. കാരണം നീ ജനിച്ചത് നിശബ്ദയായി മരിക്കാനല്ല. യു ആർ ബോൺ ടു ലീവ് ഇൻ പവർ.